എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്ടർ ലില്ലിയുടെ സെയിൽ വിവരവും അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ലില്ലിയുടെ ട്യൂബറിൽ നിന്നും പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയുമാണ്. ഇപ്പോൾ ട്യൂബറുകൾ നമ്മൾ വെള്ളത്തിലിട്ട് ഒരു ഷെയ്ഡിൽ വെച്ചിരുന്നാൽ മതി. ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ വെള്ളത്തിലിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ വെച്ചിരുന്നാൽ ഇതുപോലെ പ്ലാന്റുകൾ, ബേബി പ്ലാന്റുകൾ നമുക്ക് ലഭിക്കും. ഇടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഒരുപാട് പ്ലാന്റുകൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 3-4 പ്ലാന്റുകളുണ്ട്. അത് നമ്മൾ വേരോടുകൂടി പറിച്ച് ചെറിയ പോട്ടിലാക്കി നടാം. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞ് വലിയ പോട്ടിലോട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ മഴയൊക്കെ കാരണം ചിലപ്പോൾ നമ്മുടെ വാട്ടർ ലില്ലിയൊക്കെ ലീഫൊക്കെ പോകാനിടയുണ്ട്. അപ്പോഴത് പ്ലാന്റ് നശിച്ച് പോകത്തില്ല. അതിൻ്റെ ട്യൂബർ കാണും. ആ ട്യൂബർ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ വെള്ളത്തിലിട്ട് ഇരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ പ്ലാന്റുകളായി തുടങ്ങും. അപ്പോൾ നമുക്കതിനെ രക്ഷപ്പെടുത്തി എടുക്കാവുന്നതാണ്. അതുപോലെ എനിക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് പ്ലാന്റുകളൊക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏകദേശം 3-4 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ആ പ്ലാന്റ് എല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തതിന് ശേഷം ട്യൂബർ വെള്ളത്തിലിട്ട് കൊടുത്താൽ വീണ്ടും അവിടെ കിടന്ന് വേരോടിയിട്ട് കൊച്ചു പ്ലാന്റുകൾ വീണ്ടും ഉണ്ടാകും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അതൊക്കെ മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ തന്നെയാണ് എല്ലാ വാട്ടർ ലില്ലിയുടെയും ട്യൂബറിൽ നിന്നും നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ലീഫിൽ നിന്നും പ്ലാന്റുകൾ എടുക്കുന്ന രീതി ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അതും നല്ല എളുപ്പമാണ്. ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ലീഫിൽ നിന്നും പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതി. അപ്പോൾ ഇതൊക്കെ ട്രോപ്പിക്കൽ വാട്ടർ ലില്ലികളാണ്. ഇതെല്ലാം ഏകദേശം പിടിച്ച് കിട്ടുന്ന പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വാട്ടർ ലില്ലിയുടെ സെയിലുണ്ട്. ട്രോപ്പിക്കൽ വെറൈറ്റികളാണെങ്കിലും ചിലതൊക്കെ ട്യൂബറിൽ നിന്നും പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയായിരിക്കും. ഈ കാണിക്കുന്ന ട്യൂബർ ഇപ്പോൾ തൈകൾ പറിച്ചെടുത്തതാണ്. അത് നമുക്ക് വീണ്ടും വെള്ളത്തിലിട്ട് കൊടുത്താൽ പിന്നെയും തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഒരു ട്യൂബറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു പാത്രത്തിലൊക്കെയാണ് ഞാൻ ട്യൂബറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് തൈകൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ കണ്ടാൽ തന്നെ അറിയാം അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറേയേറെ ട്യൂബറുകൾ ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ട് ചെയ്യുന്ന രീതിയൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. ഇതുപോലെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാം ട്യൂബറുകളാണ്. ഈ ട്യൂബറുകളിൽ നിന്ന് ഏകദേശം ഇതിലും ഒരുപാട് തൈകളുണ്ട്. അതെല്ലാം നമുക്ക് പറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ചെറിയ പോട്ടുകളിലാക്കി നട്ടിട്ട് പിന്നെ അത് വളർന്നു വരുന്നതിനനുസരിച്ച് വലിയ പോട്ടിനകത്താക്കി കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ വലിയ പോട്ടിൽ ആദ്യമേ നട്ടാൽ ആ പ്ലാന്റുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ട് നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചിരുന്നാൽ ഇതുപോലെ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ബുൾസൈ പ്ലാന്റാണ്. ഈ സെയിം പ്ലാന്റ് തന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. 250 രൂപയാണ് ഈ ഫ്ലവറിങ് പ്ലാന്റിന് റേറ്റ്. ഇതൊക്കെ നല്ല വെറൈറ്റി ട്രോപ്പിക്കൽ വാട്ടർ ലില്ലിയാണ്. വേണ്ട കൂട്ടുകാർക്ക് വാങ്ങാം. പോട്ട് ചെയ്യാൻ അറിയാത്തവർ ചോദിച്ചിട്ട് മാത്രം പോട്ട് ചെയ്യുക. വാട്ടർ ലില്ലിയൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ചിരുന്നാൽ വളരെ വേഗം തന്നെ പിടിച്ച് കിട്ടുകയും ഒരുപാട് ഫ്ലവറുകൾ ഉണ്ടാവുകയും ചെയ്യും. ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണ് വെച്ചിട്ട് ടബിനകത്ത് അതിൻ്റെ നടുക്ക് തന്നെ പ്ലാന്റ് താഴ്ത്തി കൊടുത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെക്കുക. ഇത് മിക്രാന്ത ബ്ലൂ ആണ്. മിക്രാന്ത ബ്ലൂവിന് 80 രൂപ മാത്രമേ ഉള്ളൂ ഫ്ലവറിങ് പ്ലാന്റ്. ഈ പിങ്ക് വാട്ടർ ലില്ലിക്ക് 200 രൂപയാണ്. അതുപോലെ തന്നെ ഡൗബന് 100 രൂപയാണ് റേറ്റ്. ഡൗബൻ വെള്ള വാട്ടർ ലില്ലിയാണ്. ഇസ്ലാം ഒറാഡയുടെ ഈ കാണുന്ന പ്ലാന്റിന് 150 രൂപയാണ്. അതൊക്കെ വലിയ പ്ലാന്റുകളാണ്. ഈ പ്ലാന്റിന് 180 രൂപയാണ്. ഇതിന് 200 രൂപയാണ് ഈ പിങ്ക് വാട്ടർ ലില്ലിക്ക്. ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ്. ഇത് നമുക്ക് ലീവിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇസ്ലാം ഒറാഡയാണ് ഈ കാണുന്നത്. അതും ലീഫിൽ നിന്നും തൈകൾ കിട്ടുന്നതാണ്. ഈ പ്ലാന്റിന് 200 രൂപയാണ് റേറ്റ്. അതുപോലെ തന്നെ ഇത് വെള്ള വാട്ടർ ലില്ലിയാണ്, ഡൗബനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാട്ടർ ലില്ലികൾ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഈ കാണുന്ന പ്ലാന്റിന് 200 രൂപയാണ്. പിന്നെ ട്രോപ്പിക്കൽ സൺസെറ്റ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് തരുന്നത്. അതിന് 200 രൂപയാണ് റേറ്റ്. അത് ഇതുപോലെ തന്നെ നമുക്ക് ട്യൂബറിൽ നിന്ന് ഒരുപാട് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. പിന്നെ വാട്ടർ ലില്ലിയൊക്കെ വാങ്ങിക്കുന്നവർക്ക് നമ്മൾ റെഡ് റൂട്ടഡ് ഫ്ലോട്ടിംഗ് പ്ലാന്റും
അതുപോലെ തന്നെ മെക്സിക്കൻ സോഡിൻ്റെ പ്ലാന്റും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. വാട്ടർ ക്യാബേജ്, അസോള ഇതെല്ലാം ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക.